ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വെറും ഒരു മാസം മാത്രമേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ ഒരു മാസം അങ്ങ് ആവും, ക്രിസ്മസ് പരീക്ഷയും ഇങ്ങെത്തും. സോ എങ്ങനെയാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പല മക്കളും യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും പല പേഴ്സണൽ മെസ്സേജുകളിലൂടെയും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ഫിസിക്സ് എങ്ങനെയാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനുള്ള കിഡിലൻ സ്റ്റഡി പ്ലാൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഓരോരുത്തരും നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്ന് പോലും വ്യക്തതയില്ലാത്ത മക്കൾ നിരവധിയാണ്. സിമിലവേ ഇവിടെ പഠിക്കുന്ന സാഹചര്യത്തിൽ ഓണപരീക്ഷയ്ക്ക് വന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല. സിമിലവേ NCERT ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, PYQസിൽ നിന്നാണോ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, അങ്ങനെ പല പല കൺഫ്യൂഷൻസും ടെൻഷൻസുമാണ് നിങ്ങളിൽ പലർക്കും ഉള്ളത്. സോ അതിൽ നമുക്കൊരു വ്യക്തത വരുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടക്കാം. സോ മക്കളെ, നമുക്ക് 10 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അഥവാ അപ് ടു വേവ് ഒപ്റ്റിക്സ് വരെ നിങ്ങൾ എന്തായാലും തറവായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വേവ് ഒപ്റ്റിക്സ് വരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തൊരു ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ആണ്. ആക്ച്വലി ഡ്യുവൽ നേച്ചർ പഠിക്കുന്ന ഒരു സേഫ് സൈഡ് ആണ്, പക്ഷെ അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. വേവ് ഒപ്റ്റിക്സ് വരെ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണപ്പരീക്ഷയുടെ പോർഷൻസിനെ പറ്റിയാണ്. പല കുട്ടികളും ഓണപ്പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യണമെന്നില്ല. കാരണം മെജോറിറ്റി ഓഫ് സ്കൂൾസിൽ അതൊരു യൂണിറ്റ് ടെസ്റ്റിന്റെ പാറ്റേണിൽ നടന്നൊരു പരീക്ഷയാണ്. സോ നിങ്ങൾ പ്ലസ് ടുവിൽ പ്രോപ്പർലി അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷ അത് ക്രിസ്മസ് പരീക്ഷ തന്നെയായിരിക്കും. അതിനാൽ തന്നെ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടി ഇവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതും പ്രോപ്പർ വെയിറ്റേജ് ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അതിലൊരു മാറ്റമില്ല. ഓണപ്പരീക്ഷയ്ക്ക് വന്ന ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് അതിൻ്റെ വെയിറ്റേജിൽ കുറവൊന്നും നിങ്ങളിവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട. എല്ലാത്തിലും കൃത്യമായ വെയിറ്റേജ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പറയുന്ന ക്രിസ്മസ് എക്സാം ഓണപരീക്ഷ പോലെ സ്കൂളുകാരിടുന്ന ചോദ്യ പേപ്പർ അല്ല നിങ്ങൾ കാത്തിരിപ്പുള്ളത്. കേരളത്തിലുള്ള മുഴുവൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. പ്രോപ്പറായ വെയിറ്റേജ് പ്രകാരം പ്രോപ്പറായ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചുള്ള ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ഓരോരുത്തരും നേരിടാൻ പോകുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഏതു തരം ചോദ്യങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നായിരിക്കും പല മക്കളുടെയും മനസ്സിലുണ്ടാവുക. മക്കളെ, ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു സൂചനയാണ്. ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമും ബോർഡ് എക്സാമും ഒക്കെ ഏതു തരത്തിലുള്ള ചോദ്യ പേപ്പറാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പറയുന്ന ക്രിസ്മസ് എക്സാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാമിന് നമ്മളെ കാത്തിരിക്കുന്ന സിലബസിൻ്റെ 90% സിലബസും ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും. സോ ഈ ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിച്ചൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ബോർഡ് എക്സാം നിസ്സാരമായി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് ഒരു 2-3 ചാപ്റ്റേഴ്സ് അഡീഷണലി പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൻ്റെ സിലബസ് ആയി തീരും. സിമിലവേ പിന്നെ അങ്ങോട്ട് റിവിഷന് കൂടി വലിയൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. ഇനി നമ്മുടെ സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാം. സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്തു പഠിക്കണം എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവസാനത്തെ ഒരു 7 വർഷത്തെ PYQs തറവായിരിക്കണം. അതിനകത്ത് ഒരു മാറ്റമില്ല. എന്തിനാണ് ഈ PYQസിന് ഇത്ര ഊന്നൽ കൊടുക്കുന്നതെന്നായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. മക്കളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 90% ചോദ്യങ്ങളും PYQസിൽ നിന്ന് ഉള്ളത് തന്നെയായിരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. പക്ഷെ നിങ്ങളൊരു 7 വർഷത്തെ ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. അതിനപ്പുറം ചോദ്യങ്ങൾ 90% എന്തായാലും എൻഷുർഡ് ആണ്, ഉറപ്പാണ്. അതിനപ്പുറമുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ പറയുന്ന 7 വർഷത്തെ PYQs 100% നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം. ആ PYQസിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം? കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാം ചോദ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായി തന്നെ പഠിക്കണം. സിമിലർ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരു വർഷം 3 ചോദ്യ പേപ്പർ വീതം നിങ്ങൾ പഠിക്കണം. സോ 7 വർഷത്തെ ചോദ്യ പേപ്പർ എന്ന് വെച്ചാൽ 21 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടത്. അപ്പോൾ പലരുടെയും മനസ്സിൽ 21 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നടപടിയാവില്ല എന്നായിരിക്കും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡെറിവേഷൻസ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ഈസി ആയിട്ട് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ തീർക്കാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന PYQs എന്ന് പറയുന്നത്. അടുത്ത കാര്യം,
90% മാർക്ക് മാത്രം എനിക്ക് പോരാ, എനിക്ക് ഏറ്റവും മികച്ച മുഴുവൻ മാർക്കും നേടിയെടുക്കണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ പിന്നീട് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് NCERT-ക്കകത്തുള്ള ചില ചോദ്യങ്ങൾക്കാണ്. അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ തുറക്കുന്ന പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്, അരോചകമാണ്. എന്തോ നീ കോണ്ടൻ്റൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കും എന്നൊരു തോന്നലായിരിക്കും പലർക്കും വരിക. സോ അതിനാൽ തന്നെ നിങ്ങൾ എല്ലാ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സൈസ് ക്വസ്റ്റ്യൻസും പഠിക്കണമെന്നില്ല. സെലക്റ്റീവായിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയ ചോദ്യങ്ങൾ NCERT-യിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ തുടർന്നുള്ള യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് ഉൾപ്പെടുത്തുന്നതാണ്. കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും NCERT-ലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും നൽകുന്നതായിരിക്കും. ആപ്പിനകത്തുള്ള കുട്ടിയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ടോപ്പർ സീരീസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ആപ്പിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആപ്പിനകത്ത് കറൻ്റ്ലി ഉണ്ട്. സോ ആ പറയുന്ന ടോപ്പർ സീരീസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന NCERT-ലുള്ള എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തൊരു കാര്യം, ഈ NCERT ക്വസ്റ്റ്യൻസിനപ്പുറവും നമ്മുടെ ചോദ്യ പേപ്പറിൽ 1-2 ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത്തരം ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരു മാർഗ്ഗമേ ഉള്ളൂ. അത് കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക എന്ന് തന്നെയാണ്. കാരണം ഈ പറയുന്ന PYQs പഠിക്കുന്നതിന് മുൻപായിട്ട് എല്ലാ കുട്ടികളും കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കിയിട്ടായിരിക്കും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനിരിക്കുക എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ ഓൾറെഡി നിങ്ങൾക്ക് കോൺസെപ്റ്റ് സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് അല്ലാത്തവർ കുറച്ചുകൂടി ആഴത്തിൽ കോണ്ടന്റുകൾ, കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം എങ്ങനെ തിരിച്ചും മറിച്ചും ചോദ്യം വന്നാലും അത് നമ്മുടെ സിലബസ് നല്ലേ വരിക. സോ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കിയിട്ട് അത്തരം ചോദ്യങ്ങൾ കൂടി ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ക്യാപ്പബിൾ ആയിരിക്കണം. ഇനി സാർ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക, ഇതൊക്കെ ഞങ്ങൾ ഇനി പഠിച്ചാൽ നടപടിയാവുന്ന കാര്യമാണ്. തീർച്ചയായും നടക്കുന്ന സമയമാണ്, നടക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇനി നമ്മുടെ മുന്നിൽ 1 മാസമുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 3 മണിക്കൂർ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ നിങ്ങൾ +2 ആയതിനാൽ തന്നെ റെക്കോർഡ് വർക്കുകളും പ്രാക്ടിക്കൽസിൻ്റെ മറ്റു പരിപാടികളും ലാബിൻ്റെ എല്ലാ വർക്കുകളും നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതൊക്കെ മാറ്റി നിർത്തി പഠിക്കാൻ വേണ്ടി, മാറ്റി നിർത്താൻ മീൻസ് അത് ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു 3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുക. രാത്രി ഒരു 2 മണിക്കൂറും പുലർച്ചെ രാവിലെ ഒരു 5 മണി മുതൽ 6 മണി വരെ, അങ്ങനെ ഒരു 1 മണിക്കൂറും ടോട്ടലി ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോടാ. തീർച്ചയായും സാധിക്കും. ഈ ഒരു ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് കൂടിയാണ്. സോ അത്തരത്തിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഈ 3 മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ പഠിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഈസിയായി തന്നെ ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ പോർഷൻസും നിസ്സാരമായി നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ സമയം കൊണ്ട് എന്തെങ്കിലും കുത്തി വരച്ചുകൊണ്ടിരുന്നാലോ, അതുപോലെ തന്നെ സ്കൂളിനകത്തുള്ള അസൈൻമെൻറ്റും കാര്യങ്ങളോ ലാബ് വർക്കുകളോ ചെയ്തുകൊണ്ടിരുന്നാലോ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് 3 മണിക്കൂർ ഞാൻ എന്തായാലും പഠിക്കും, ബാക്കിയുള്ള സമയങ്ങളിൽ സ്കൂളിനകത്തുള്ള ഫർദർ വർക്കുകൾ ഞാൻ ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈസിയായി നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്ന സിലബസ് തന്നെയാണ്. പിന്നെ രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഫ്രഷായി പഠിക്കാൻ പറ്റുന്ന സമയമാണ് രാവിലെ എന്ന് പറയുന്നത്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1-2 ദിവസമൊക്കെ ചെറിയൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ഗ്രാജുവലി നിങ്ങൾ ട്രാക്കിലോട്ട് വരും. ഈസിയായി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക, റിപ്പീറ്റഡ് ആയ ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തു പഠിക്കുക. ഡെറിവേഷൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ ഒരു പുസ്തകം കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. കോംപ്ലിക്കേറ്റഡ് ആയ ഫോമുലാസ് ഒക്കെ ഉണ്ട്, ഓൾവേസ് ഞാനത് മറന്നു പോകുന്നു തോന്നുകയാണെങ്കിൽ സ്റ്റഡി ടേബിളിന് മുകളിൽ അതൊക്കെ ഒന്ന് ഒട്ടിവെക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ആ ഫോമുലാസും ഡയഗ്രാംസും ഒക്കെ കാണുമ്പോൾ പിന്നെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകില്ല, നിങ്ങൾ ഓരോരുത്തരും യൂസ്ഡ് ആയിട്ട് മാറും. സോ ഗൈസ്, ഈ ഒരു പ്ലാൻ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്, റിവിഷൻ ലൈവുമായിട്ട് എന്തായാലും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ ഗൈസ്, ലവ് യു ആൾ, കാണാം.